ഗുഡ് മോർണിംഗ് അഫ്സൽ ബ്രോ. മോർണിംഗ് മോർണിംഗ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഇഷാം സാറേ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സുഭാഷ് സാർ. താങ്ക് യു. എന്റെ സ്ക്രീന് വിസിബിൾ ആണോ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതെ സർ, വിസിബിൾ ആണ്, വിസിബിൾ ആണ്. നമ്മുടെ ഇവിടെ നിന്നോട്ടോ അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല, അത് അങ്ങനെ ഇരുന്നു. ഗുഡ് മോർണിംഗ്. ഇഷാം സാർ ഓഡിയബിൾ ആണല്ലോ അല്ലേ? അതെ അതെ, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. The meeting in connection with 7 a.m. morning drive is hereby called to order. Welcome speech by Chairman. സോൺ 28 വളരെ സന്തോഷകരമായി അഭിമാനത്തോടുകൂടി നടത്തിവരുന്ന 7 a.m. മോർണിംഗ് ഡ്രൈവ് എന്ന ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇഷാം സാറെ, സെക്രട്ടറിയെ, അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സോൺ 28-ന്റെ സെറ്റ് പി നായിക PPP KS ചിത്ര മേഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മോടുകൂടി AI എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ 7 AM മോർണിംഗ് ഡ്രൈവ് സുന്ദരമാക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അഫ്സൽ സാറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന്റെ എത്തിയിട്ടുള്ള JC ലീഡേഴ്സ് ആൻഡ് നോൺ JC എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം, ടെക്നോളജിയുടെ അതിപ്രസരവും ടെക്നോളജി മാറ്റിമറിക്കാത്ത മേഖലയും ടെക്നോളജി കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ ടെക്നോളജി ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി, ഇന്നത്തെ നമ്മോടുകൂടി സംവദിക്കുന്നത്. അദ്ദേഹം ഫറൂഖ് കോളേജിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, കമ്പ്യൂട്ടർ MTech അധ്യാപകനും AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഇന്നത്തെ ഈ നൂറ്റാണ്ടിന്റെ മാറ്റം എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്സൽ സാറെ ഞാൻ ഈ പ്രോഗ്രാം, ഈ 7 AM മോർണിംഗ് ഡ്രൈവ് ഓൺലൈൻ സെഷൻ ഫ്ലോർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. The session floor is yours, sir. Afsal sir. Hi, good morning. Audible ആണല്ലോ അല്ലേ? Yes, audible ആണ്. Okay, so ആദ്യമായിട്ട് തന്നെ ഈ JC സോൺ 28-ന് ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരം തന്നത്. സോ ഞാൻ നേരെ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇദ്ദേഹം ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുക ആർക്കെങ്കിലും? മിക്കവാറും ആളുകൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. ഹു ഈസ് ഹി? ഒന്ന് ചാറ്റ് വിൻഡോയിൽ ഒന്ന് കമന്റ് ഇടാൻ പറ്റുമോ ആരാണെന്നുള്ളത്? എത്ര പേർക്ക് അറിയുന്നുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നോ, അല്ലെങ്കിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി, ആർക്കെങ്കിലും അറിയുമെങ്കിലും. ഇന്ന് ആക്ച്വലി നമ്മൾ AI കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൾക്കിടയിൽ ഇത്രയും സംസാരിക്കാൻ കാരണം ഒരുപക്ഷെ ഇദ്ദേഹമായിരിക്കും. ആക്ച്വലി AI എന്ന് പറയുന്ന ടേം പുതിയ ടേമൊന്നുമല്ല. 1950-കളിൽ തന്നെ കോയിൻ ചെയ്യപ്പെട്ട ടേമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും 10-70 വർഷമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്ര ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് ഇയർ മുതലാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇത് സാം ആൾട്ട്മാൻ ആണ്. സാം ആൾട്ട്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, OpenAIയുടെ CEO. OpenAIയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും ChatGPT എന്ന് പറയുന്നത്. അപ്പൊ ഈ ChatGPT വന്നതിന് ശേഷമാണ് ഈ സാധാരണക്കാർക്കിടയിൽ AI എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു തരംഗമായിട്ടും അതിനെക്കുറിച്ച് എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ സാം ആൾട്ട്മാൻ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നതിപ്പോ ഏകദേശം ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ സാധാരണഗതിയിലാണെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതിന്റെ അത്യാവശ്യം ഒരു യൂസർ ബേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇതിന് മുന്നേയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നേരെ മറിച്ച് AI ആദ്യത്തെ 1 മില്യൺ യൂസേഴ്സിലേക്ക് എത്തിപ്പെട്ടത് വെറും 5 ദിവസം കൊണ്ടാണ്. 5 ദിവസം കൊണ്ടാണ് 10 ലക്ഷം യൂസേഴ്സിലേക്ക് ChatGPT എത്തിപ്പെട്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോ 1999-ലാണ് നെറ്റ്ഫ്ലിക്സ് ലോഞ്ച് ചെയ്തത്. നെറ്റ്ഫ്ലിക്സ് 1999 ലോഞ്ച് ചെയ്തിട്ട് 3.5 വർഷം വേണ്ടി വന്നു അത് ഒരു 1 മില്യൺ ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വ്യത്യസ്ത സർവീസുകൾ ഇങ്ങനെ ഓരോ കാലം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പോപ്പുലർ ആകുന്നുണ്ട്, ആളുകളുടെ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ChatGPT 2022-ലാണ് ലോഞ്ച് ചെയ്തത്. 5 ദിവസം കൊണ്ടാണ് 1 ബില്യൺ യൂസേഴ്സിലേക്ക് എത്തി. അതിനുശേഷം 2023-ൽ ഒരു പ്രൊഡക്റ്റും കൂടെ ലോഞ്ച് ചെയ്തത്, ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ ഫേസ്ബുക്കിന്റെ മെറ്റയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ട്വിറ്ററിന് ബദലായിട്ട് ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് 1 ബില്യൺ യൂസേഴ്സിനെ അക്വയർ ചെയ്യാൻ വേണ്ടി എടുത്ത് ജസ്റ്റ് 1 അവർ മാത്രമാണ്. ഓക്കെ, ഫേസ്ബുക്ക് 2004-ലാണെന്നുണ്ടെങ്കിൽ 10 മാസം കൊണ്ട് എടുത്ത ആ ഒരു അച്ചീവ്മെന്റ് ആണ് ഇവിടെ 1 അവർ കൊണ്ട് ത്രെഡ്സ് എത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ലോകം എത്രത്തോളം കണക്റ്റഡ് ആണ്, എത്രത്തോളം പെട്ടെന്നാണ് നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചേഞ്ച്, നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത്
ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്ത് അത് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനൊരു നല്ലൊരു എക്സാമ്പിൾ ആണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാം ആൾട്ട്മാൻ ഒരു 1.5 വർഷം മുന്നേ ലോഞ്ച് ചെയ്ത ചാറ്റ് GPT അത് കൊണ്ടുവന്നു. ഇനി ചാറ്റ് GPTയിൽ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഇപ്പൊ ഇത് വളരെ റീസെന്റ് ആയിട്ട് വന്നൊരു ന്യൂസാണ്. February 11 ഈ ന്യൂസ് വന്നിട്ടുള്ളത്. ആക്ച്വലി സാം ആൾട്ട്മാൻ എന്തിനു വേണ്ടി ശ്രമിക്കുന്നത് $7 trillion AI ഫണ്ടിങ് പ്രൊജക്ടിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പുതിയൊരു പ്രൊജക്ട് ഉണ്ട് AI ബന്ധപ്പെട്ടിട്ട്. AI ചിപ്പുകൾ ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ശ്രമിക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ $7 trillion വേണം അദ്ദേഹത്തിന്റെ പുതിയ ഫണ്ടിങ് ആയിട്ട്. $7 trillion എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇന്ത്യൻ GDP അറൌണ്ട് $3 trillion ആണ്. ഇന്ത്യൻ GDPയുടെ ഡബിളിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സംഖ്യയാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ശ്രമിക്കുന്നത്. അത്രയും സംഖ്യ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നിട്ട് അത് ഒരു പ്രൊജക്റ്റ് ആയിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ നമ്മൾക്ക് ലഭിച്ചു തുടങ്ങുമ്പോൾ അത് ലോകത്ത് എത്രത്തോളം മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. അത്രയും വലിയൊരു എമൗണ്ട് ആണ് അദ്ദേഹം ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച ഒരു കോണ്ടക്സ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ചേഞ്ചുകൾ വരാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി അണിയറ പ്രവർത്തകർ ഒരുപാട് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവെയർ ആണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം AI എന്തൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ മാറ്റങ്ങൾ വരും, AI വന്നാൽ ജോലി പോകുന്ന കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എന്റെ ജോലിയൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വിചാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പല കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഒരു നമ്മുടെ ലൈഫിൽ ഇവിടെ റീസെന്റ് ആയിട്ട് ഞാനിപ്പോ ഇന്ന് 2-3 എക്സാമ്പിൾസ് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മുഴുവൻ 2024 വന്ന റീസെന്റ് അപ്ഡേറ്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ സൂമിന്റെ ഉള്ളിൽ നിന്ന് പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല. വീഡിയോ പ്ലേ ചെയ്യാതെ തന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു പുതിയ പ്രൊജക്ട് ആണ്. ഈ പ്രൊജക്ട് റിവീൽ ആയിട്ടുള്ളത് കഴിഞ്ഞ ജനുവരിയിലാണ്. പ്രൊജക്ടിന്റെ പേര് മൊബൈൽ അലോഹ എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു യൂട്യൂബിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മൊബൈൽ അലോഹ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പേര്. ഓക്കെ, മൊബൈൽ അലോഹ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ്സ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഉണ്ട്. ഈ ഡീപ് മൈൻഡ്സ് ഡിവിഷനും അതേപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അത് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 minute പ്ലീസ്, ഞാൻ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ്സും അതേപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടി കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ അതിൽ ചെയ്യുന്ന എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റോബോട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് ഈ റോബോട്ട് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് വീട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ബെഡ് തട്ടി വിരിക്കുക, ദെൻ ഡ്രസ്സ് മടക്കി വെക്കുക തുടങ്ങി A to Z നമ്മളൊരു വീട്ടിൽ ജോലിക്കാരെ വെച്ചിട്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന റോബോട്ട് ആൾറെഡി എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് മാർക്കറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് പ്രൊജക്ട് ഓപ്പൺ സോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കമ്പണൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ കോഡ് എന്താണ്, കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിന്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് ബിൽഡ് കോഡ് അവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പണൻസ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ആ റോബോട്ടിനെ ബിൽഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാറ്റസിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ഈ ഒരു പ്രൊജക്ട് അൺവീൽ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം. മൊബൈൽ അലോഹ എന്നാണ് അതിന്റെ പേര്. ജസ്റ്റ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടാൽ മതി. ഒരു 2-2.5 മിനിറ്റിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഈ സെഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വേണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ മാസമാണ് പുതിയൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു AI ഹൗസ് മെയ്ഡ് ആണ് സംഗതി. ഇതിന് ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ $30,000 ആണ് ഇന്നത്തെ കോസ്റ്റ് വരുന്നത്. പക്ഷെ ഏതൊരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിന് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. പിന്നീട് അതിന്റെ കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി കുറയും. അതാണ് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. മൊബൈൽ ഫോൺ ആണെങ്കിലും TV ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ എന്താണ്, ആദ്യമായിട്ട് അത് ലോഞ്ച് ചെയ്ത സമയത്ത് ഭയങ്കര ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയിരുന്നത്. പക്ഷെ അത് കാലക്രമേണ എന്തായിട്ട് മാറി, അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ പ്രൈസ് താഴ്ന്നു വന്നു. ഓക്കെ, ആ രീതിയിലാണ് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
സ്ക്രീൻ പോയോ? ഇല്ല പോയിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ AI എന്ന് പറഞ്ഞ എന്താന്നുള്ള ഒരു വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ? പക്ഷെ AI എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ കുറെ ടെക്നിക്കൽ ടേം ആയിരിക്കും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി AI എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും എന്നൊരു സിനിമയിൽ നമ്മൾ കണ്ടതാണ് റോബോട്ടിനെ, അല്ലെ? അവിടെ ബേസിക്കലി റോബോട്ട് അല്ല AI. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് റോബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ AI എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഒരു ഇന്റലിജൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒരു ഇന്റലിജൻസ് ഉണ്ട്. മനുഷ്യന് മാത്രം ഉണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഇന്റലിജൻസ്. ബാക്കിയുള്ള ആളുകൾക്ക് ഒന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ മെഷീൻസിന് ജനറലി ഇന്റലിജൻസ് ഇല്ല. എന്താണോ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ മെഷീൻസിന് സാധിക്കുള്ളൂ. ഇപ്പൊ ചിത്തി എന്ന് പറഞ്ഞതാണ് ഈ ക്യാരക്ടർ എന്തിനും എന്ന് പറഞ്ഞ സിനിമയിൽ. ഈ എന്തിനും എന്ന് പറഞ്ഞ സിനിമയിൽ ചിത്തിയോട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. TV പോഡ് എന്ന് പറയുന്നുണ്ട്. തമിഴിലാണ് പറയുന്നത്. TV പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ഇട് എന്ന് പറയുന്നുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ TV ഇട് എന്ന് പറഞ്ഞാൽ നമ്മൾ TV ഓൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുക. പക്ഷേ ചിത്തി എന്താ ചെയ്യുന്നത് വെച്ചാൽ TV എടുത്തിട്ട് വാളിന്ന് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യും? അത് നിലത്തേക്ക് അങ്ങോട്ടേക്ക് ഇടും. TV ഇടാനാണ് പറഞ്ഞത്, TV നേരെ എടുത്തിട്ട് നിലത്തേക്ക് ഇട്ടു. കാരണം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്ന് അവിടെ ചിത്തി ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരുന്നില്ല? ഇന്റലിജൻസ് ഉണ്ടായില്ല. ഈ കോണ്ടെക്സ്റ്റിൽ TVയുടെ കാര്യത്തിൽ ഇട് എന്ന് പറഞ്ഞ TV എടുത്തിട്ട് നിലത്തേക്ക് ഇടാനല്ല, അത് ഓൺ ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഇന്റലിജൻസ് ആർക്കും ഉണ്ടായിരുന്നില്ല, ആ റോബോട്ടിന് ഉണ്ടായിരുന്നില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ പല ആളുകളെയും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളോട് തന്നെ പലരും ചോദിക്കും, അല്ല മോനെ നിനക്ക് എന്താ ഒരു കഥയില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ബേസിക്കലി എന്താണ്, മെഷീൻസ് അങ്ങനെയാണ്. മെഷീൻസിന് യാതൊരു കഥയില്ല, അല്ലെങ്കിൽ യാതൊരു തലയും വാലുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ കൊടുക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മെഷീൻസിന് സാധിക്കുക. പക്ഷെ ആ ഒരു തലയും വാലും ഇല്ലാത്ത ആ മെഷീൻസിന് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിന് തലയും വാലും ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു കഥ ഇല്ലാത്ത ഒരു മെഷീന് ഒരു കഥയും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അത്രയും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് മെഷീൻ എന്തെങ്കിലും ഒരു ടാസ്ക് ഇങ്ങനെ എന്താ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും കൂടെ ഒരു കഴിവ് മെഷീൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. ഇത് ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇലോൺ മസ്ക് ആണ്. അപ്പോ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞ പ്രൊജക്ടിനെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ബേസിക്കലി ഇത് ബ്രെയിനിൽ നമ്മളൊരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ബ്രെയിനിൽ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആൾറെഡി ഇത് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ആണ് ഇതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. എലോൺ മസ്ക് അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. ഒരു പേഷ്യന്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തു ഓൾറെഡി. ആ ഇൻസ്റ്റാൾ ചെയ്ത് രോഗി സുഖം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് വീക്ക് പറഞ്ഞത് പ്രകാരം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റ് സുഖം പ്രാപിച്ചു വരുന്നു. അദ്ദേഹത്തിന് ബ്രെയിനിലെ തോട്ട് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലെ മൗസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബ്രെയിനിലെ തോട്ട് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ ഓരോ ക്ലിക്ക് ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിലേക്കുള്ള സാധ്യതകളാണ് ഇത് തുറന്നിടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണഗതിയിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ്, പണ്ട് കത്ത് എഴുതി അയക്കണമായിരുന്നു. ഇന്റർനെറ്റ് വന്നോട് കൂടിയിട്ട് സിംപ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? വാട്സാപ്പിൽ ഇമെയിൽ എടുത്തിട്ട് നിങ്ങൾ ഫോണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ടേക്ക് എത്തും. ഭയങ്കര മാറ്റാൻ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോണ് കയ്യിലേക്ക് എടുക്കണം, എന്നിട്ട് അതിൽ ടൈപ്പ് ചെയ്യണം, എന്നിട്ട് സെൻഡ് അടിക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് പറയണം. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാവിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്സലിന് ഒരു മെസ്സേജ് അയക്കണം എന്ന് ഞാൻ മൈൻഡിൽ വിചാരിക്കും. ഞാൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും, അന്ന് അഫ്സലിന് ഒന്ന് മെസ്സേജ് അയച്ചേക്കാന്ന് ഞാൻ മൈൻഡിൽ വിചാരിക്കൂലേ? ആ മൈൻഡിൽ വിചാരിക്കുമ്പോൾ തന്നെ മൈൻഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആ മെസ്സേജ് പോവാണെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെയാണ് ഈ ഒരു പ്രൊജക്ട് തുറന്നിടുന്നത്. ആൾറെഡി എന്താ ഒരു പേഷ്യന്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഇത് തന്നെ എന്താണ്, ഇതിന് പെർമിഷൻ കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പെർമിഷൻ ഇപ്പം ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾറെഡി പാരലൈസ്ഡ് ആയിട്ടൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഔട്ട്സൈഡ് വേൾഡുമായിട്ട് പലർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളിലാണ് ഇനീഷ്യലി എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ അവരുടെ ബ്രെയിനിൽ തോട്ട് നമ്മൾ ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് അവർക്ക് വലിയൊരു ലോകം തുറന്നു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പ്രൊജക്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇത് ഭാവിയിൽ ഇതിന്റെ ഒരു സാധ്യതകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ കണ്ണ് കാണാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണിനായിരിക്കും പ്രശ്നം ഉണ്ടാകുക, പക്ഷെ ബ്രെയിനിന് പ്രശ്നമല്ല. ശരിക്കും നമ്മളൊരു ഈ വസ്തുക്കളൊക്കെ കാണുന്നത് എങ്ങനെയാണ്? നമ്മളെ കണ്ണിൽ റെറ്റിന വഴി നമ്മൾ ലൈറ്റ് എടുത്ത് എന്നിട്ട് നമ്മളത് ബ്രെയിനിൽ കൊണ്ടുപോയിട്ടാണ് പിക്ചറൈസ് ചെയ്യുന്നത്, അല്ലെ? ഇമേജ് ആക്കി മാറ്റുന്നത് ബ്രെയിനിന്റെ ഉള്ളിലല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമറ വഴി
ഈ പറയുന്ന ഇമേജസ് ഒക്കെ എടുത്ത് ആ ക്യാമറയിൽ നിന്നുള്ള സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഈ ചിപ്പ് വഴി ബ്രെയിനിന്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബ്രെയിനിന് അകത്ത് വേണ്ട സ്റ്റിമുലേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇമേജസ് വിഷ്വലൈസ് ചെയ്യിപ്പിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ക്ലെയിമുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഭാവിയിൽ വരുമെന്നാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഫ്യൂച്ചറിൽ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറയാൻ പോകുന്നതിന്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, വളരെ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. ന്യൂറാലിങ്ക് എന്ന പ്രൊജക്ട് കുറെ ആയിട്ട് ഓൺ ആണ്. അത് ഈ ഒരു ലെവലിലേക്ക് എത്തി. ഫസ്റ്റ് ആളുകൾ ബ്രെയിനിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഫർദർ പ്രോസസിംഗുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇലോൺ മസ്ക് മാത്രമല്ല ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ളത്. ഇലോൺ മസ്ക് ഒരു ഭാഗത്തേക്ക് ചെയ്യുന്ന സമയത്ത് ജെഫ് ബസൂസും അതേപോലെ തന്നെ ബിൽ ഗേറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഡെവലപ്മെന്റും ആ ഒരു സാധ്യതകൾ മുൻകണ്ടുകൊണ്ട് സിങ്ക്രോൺ എന്ന് പറഞ്ഞ വേറൊരു കമ്പനി ഇതേ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പൊ സിങ്ക്രോൺ ആക്ച്വലി പറയുന്നത് എന്താ വെച്ചാൽ സ്പേസ് എക്സ് ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ബ്രെയിൻ തുറന്ന് അതിലേക്ക് ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല അവരുടെ പ്രോസസ്. നമ്മളെ ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ അവർ ജസ്റ്റ് ഇവിടെ ബ്ലഡ് വെസലിന്റെ ഉള്ളിലൂടെ ഒരു സംഗതി കയറ്റി വിട്ടിട്ട് ആണ് ബ്രെയിനിലേക്ക് ഇടുന്നത്. തലയിൽ ഓപ്പൺ ചെയ്തിട്ടല്ല സർജറി നടത്തുന്നത്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സിങ്ക്രോണിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രംഗത്ത് തന്നെയായിട്ട് $multi-billion ഓഫ് ഫണ്ട് ആ മേഖലയിൽ ഒഴുകുന്നുണ്ട്. സോ ആ ഏരിയയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ഈ മാസം ആപ്പിൾ ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റിന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓഗ്മെന്റ് റിയാലിറ്റി രംഗത്തേക്ക് വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആപ്പിൾ ആപ്പിൾ വിഷൻ പ്രോ ആണ്. വിഷൻ പ്രോ ഇപ്പൊ ഈ ഫെബ്രുവരിയിലാണ് ലോഞ്ച് ആയത്. ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. US ലോഞ്ച് ആയിട്ടുണ്ട് പ്രൊഡക്റ്റ്. ഇപ്പൊ 2007 ഐഫോൺ ലോഞ്ച് ചെയ്തതിനു ശേഷം കഴിഞ്ഞ ഒരു 10-15 വർഷത്തിന്റെ ഇടയിൽ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി നമ്മൾ നേരിട്ട് കണ്ട ആളുകളാണ്. അതുപോലെ അടുത്തൊരു 10-15 വർഷത്തിന്റെ ഇടയിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിന്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ജനറേഷൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതിനെ പലരും വിലയിരുത്തുന്നത്. അറൌണ്ട് 3 lakhs rupees എങ്ങാണ്ട് ഇതിനിപ്പോ കോസ്റ്റ് വരുന്നുണ്ട്. ബേസിക്കലി AR നമ്മൾ 3D ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 3Dയിലേക്ക് നമുക്ക് കിട്ടുന്ന പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 2Dയിൽ കാണുന്നതിലുപരി 3D എന്ന് പറഞ്ഞാൽ അതിലുള്ള ഈ ഫിലിമിലുള്ള ക്യാരക്ടേഴ്സ് നമ്മളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഫീലാണ് നമുക്ക് 3D കാണുമ്പോൾ ഉണ്ടാവുക. പക്ഷെ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലുപരി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവരുടെ ലോകത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നൊരു ഫീലാണ് വിർച്വൽ റിയാലിറ്റി ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ 3Dയുടെ അടുത്ത ലെവൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ഫിലിമിന്റെ അകത്തേക്ക് നമ്മൾ പെട്ട പോലെ നമ്മൾ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഹെഡ്സെറ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ കാണുകയാണ്. ഞാൻ വേണം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്കിലുള്ള സാധനങ്ങൾ കാണാം, ലെഫ്റ്റ് സൈഡിലുള്ളത് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് തിരിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന പോലെ തന്നെ, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവരുടെ വേൾഡിൽ ചെന്ന പോലെയാണ് വിർച്വൽ റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. അതിന്റെ അടുത്ത ലെവലാണ് ശരിക്കും ഓഗ്മെന്റഡ് റിയാലിറ്റി. ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വേൾഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് വേറൊരു വേൾഡാണ്. പക്ഷെ ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വേൾഡിനകത്തേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അതാണ് ഓഗ്മെന്റ് റിയാലിറ്റി നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ആമസോണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിലത് കാര്യങ്ങൾ, അതേപോലെ സ്പെക്സ് വാങ്ങാൻ സമയത്ത് നമ്മുടെ മുഖത്തിന് ഒരു ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് ആ സ്പെക്ടാക്കിൾ നമ്മളെ കണ്ണിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അവർ കാണിച്ചു തരുന്നൊക്കെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഓഗ്മെന്റ് റിയാലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓഗ്മെന്റ് റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ് ശരിക്കും ഇത്. അപ്പൊ ഇത് ശരിക്കും ഏറ്റവും കൂടുതലായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ടീച്ചിങ് അതേപോലെ തന്നെ ട്രെയിനിങ് മേഖലയിലേക്ക് വലിയ മാറ്റമായിരിക്കും ഈ ഓഗ്മെന്റ് റിയാലിറ്റി കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ പറയുന്നുണ്ട് ഓൺലൈനിലൂടെ നമ്മൾ ഇപ്പൊ നമ്മൾ എടുക്കുന്ന സൂമിലൂടെ ക്ലാസ് എടുക്കും. പക്ഷെ ഈ ക്ലാസ് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എടുക്കുന്ന അത്രത്തോളം എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം. നേരിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ എന്തായാലും ഇതിന് കിട്ടുന്നില്ല. പക്ഷെ ഈ ഓഗ്മെന്റ് റിയാലിറ്റി വഴി ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ AR ഹെഡ്സെറ്റ് വിയർ ചെയ്യുന്നു, ഞാനും അതേപോലെ അതിന്റെ ഉള്ളിലൂടെ വന്നിട്ടാണ് സെഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ സുഭാഷ് സാറിന് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടാവും, അപ്പുറത്തുള്ള ജുനേഷ് ഭായി ഇരിക്കുന്നുണ്ടാവും, അപ്പുറത്ത് വേറെ ആൾ ഇരിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളൊരു 25 പേര് ഇവിടെ ഉണ്ടെങ്കിൽ 25 പേര് ഒന്നിച്ച് ഒരു റൂമിനകത്ത് ഇരിക്കുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. നമ്മൾ ഇങ്ങോട്ടേക്കോ നോക്കിക്കഴിഞ്ഞാലൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ ചുറ്റും ഇരിക്കുന്ന പോലെയുള്ള ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. ആ ഒരു മേഖലയിൽ ഒരുപാട് പുരോഗതികൾ വരുന്നുണ്ട്. ഈ ഒരു ന്യൂസ് പലരും വായിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഇമേജ് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ബാംഗ്ലൂരിലുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയത് 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കിയത്. ഇത് പ്രിന്റ് ചെയ്തെടുത്ത പോസ്റ്റ് ഓഫീസാണ്. അല്ലാതെ നമ്മൾ പണിക്കാരിങ്ങനെ വന്നിട്ട് ഓരോരോ കല്ല് വെച്ച് പടുത്ത് തേച്ചുണ്ടാക്കിയ പോസ്റ്റ് ഓഫീസ് അല്ല. 3D പ്രിന്റഡ് ആണ്.
ഓക്കെ, 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് 2D നമുക്കറിയാം അല്ലെ. നമ്മൾ പേപ്പറിൽ നമ്മൾ എന്താണ് പ്രിന്റ് എടുക്കുന്നതിനാണ്, അതാണ് 2D. കാരണം എന്താണ് അപ്പുറത്ത് മുകളിലേക്കൊന്നും ഇല്ലല്ലോ. ഓക്കെ, 2D ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ചുടുന്ന ആലോചിച്ച് നോക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ലെയർ ദോശ ചുട്ടു, ആ ദോശ ഉണങ്ങി വരുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ലെയറും കൂടെ മാവ് ഇട്ടു, അത് ഉണങ്ങുമ്പോൾ അതിന്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ മാവ് ഇട്ടു. അങ്ങനെ ഒരു 15 പ്രാവശ്യം ഒരു ദോശന്റെ മുകളിലേക്ക് വീണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ദോശന്റെ കട്ടി കൂടി കൂടി വരുമല്ലോ. അങ്ങനെ ഒരു 3D സ്ട്രക്ചർ ആയിട്ട് മാറൂലേ. അതേപോലെയാണ് ഈ 3D പ്രിന്റിംഗ് വർക്ക് ചെയ്യുന്നത്. 3D പ്രിന്റിങ്ങിനൊക്കെ അതൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾ മുതൽ വലിയൊരു ബിൽഡിങ്ങുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 3D പ്രിന്റിംഗ് വഴി നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3D പ്രിന്റിംഗ് വഴി ബിൽഡിംഗ് ഒക്കെ കൊണ്ടുവരുന്ന പ്രിന്റ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ബിൽഡിങ്ങിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ആണ് നല്ല കൂടുതലായിട്ട് വരിക. മെറ്റീരിയൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ലേബർ കോസ്റ്റ് ആണ് വരിക. അപ്പോൾ നമുക്കത് 3D പ്രിന്റിംഗ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബർ കോസ്റ്റ് കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. ലേബർ കോസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഇൻക്രിമെന്റൽ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മെഷീൻസ് ഉപയോഗിക്കാൻ വരുള്ളൂ. അപ്പം ബിൽഡിങ്ങുകൾ അതേപോലെ തന്നെ ഈ പറയുന്ന അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ഓൾ എന്ന തരത്തിലുള്ള പ്രൊജക്ടുകളൊക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ടെക്നോളജികൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ വേറൊരു സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള AC, ഫ്രിഡ്ജ്, അല്ലെങ്കിൽ മറ്റ് ഗേറ്റ്, നമ്മുടെ CCTV ക്യാമറ, നമ്മുടെ കാറ്, നമ്മുടെ ലോക്ക്, അതായത് വീടിന്റെ ലോക്ക്, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കൂടെ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ തിങ്സിന്റെ ഒരു ഇന്റർനെറ്റ്, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് എന്താണ്, മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എന്നുള്ളത് ഇന്റർനെറ്റ് ഓഫ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താണ്, ഈ പറഞ്ഞ അല്ലറ ചില്ലറ ഈ സാധനങ്ങളൊക്കെ അവരുടെ ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പറയാം. എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? എന്റെ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ കുറവാണ്, വെജിറ്റബിൾ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പച്ചക്കറി തീർന്നിട്ടുണ്ട് ഫ്രിഡ്ജ് എന്ത് ചെയ്യും, ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഗ്രോസറി ആപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്, ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാൻ പോയിട്ട് സാധനം തുറന്നപ്പോൾ പാലില്ല, പാലിന് ഓർഡർ ഞാൻ കൊടുക്കണ്ട, ഫ്രിഡ്ജ് ഡയറക്റ്റ് ആയിട്ട് പാലിന് ഓർഡർ കൊടുക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്റെ കാർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാർ ഗേറ്റിന്റെ അടുത്ത് എത്താനായി സെൻസ് ചെയ്തിട്ട് തന്നെ ഗേറ്റ് നേരിട്ട് എന്ത് ചെയ്യണം, ഗേറ്റ് തുറക്കുകയാണ്, ഞാൻ വണ്ടി അകത്തേക്ക് ഒരു ഗേറ്റ് അടയ്ക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തിങ്സ് തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു വന്നതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റെവല്യൂഷന്റെ നടുവിലാണ് നിൽക്കുന്നത്. ഈ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാലഘട്ടങ്ങളിൽ കണ്ട നൂറ്റാണ്ടുകൾക്ക് മുന്നേ കണ്ട എന്താണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ പോലെയല്ല, വലിയ വ്യത്യാസമുണ്ട്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമൂഹിക ക്രമം ഉണ്ടാവും അല്ലെ. ഒരു തീസിസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുത്ത് പഠിച്ചു നന്നായി എഴുതുന്ന ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ്, അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നന്നായിട്ട് എഴുതാൻ എനിക്കറിയാം, അപ്പൊ എഴുതുന്ന എനിക്കൊന്ന് ജോലി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടൈപ്പ് റൈറ്റർ കടന്നു വരുന്നത്. അപ്പൊ എന്ത് ടൈപ്പ് റൈറ്റർ, നമ്മൾ എഴുതുന്നത് ഇതിന് ഒന്നും അങ്ങോട്ടേക്ക് എത്തൂല നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു അന്നത്തെ കാലത്ത് എഴുതാൻ അറിയുന്ന ആളുകൾ. ടൈപ്പ് റൈറ്റർ കയറി വന്നു, ആന്റി തീസിസ് കയറി വന്നു, പിന്നെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ ഈ തീസിസും ആന്റി തീസിസും കൂടെ ക്ലബ് ചെയ്തിട്ട് സിന്തസൈസ് ചെയ്തു. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് എന്തു, എഴുത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ടൈപ്പ് റൈറ്റർ അറിയാവുന്ന ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി. ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന തീസിസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ കയറി വരുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ആന്റി തീസിസ് കയറി വന്നത്. ടൈപ്പ് റൈറ്ററിന്റെ കാലം കഴിഞ്ഞു കമ്പ്യൂട്ടറുകളായിട്ട് മാറി. ഇതേപോലെ റെവല്യൂഷൻസ് കയറി വരിക. ഓക്കെ, നമ്മുടെ ഒരു ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉണ്ടായിരുന്നത് നമുക്ക് കാര്യമായിട്ട് കൃഷിയായിരുന്നു അല്ലെ. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഉപജീവന മാർഗങ്ങളിൽ ആൾക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി, ആവിയന്ത്രം കണ്ടുപിടിച്ചു. ആവിയന്ത്രം, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതിന് ഫാക്ടറി അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ രീതിയിൽ എന്ത് ചെയ്തു, സോഷ്യൽ ഓർഡർ മാറി. എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്ക് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ പുതിയൊരു കാലത്തിലേക്ക് മാറിയപ്പോൾ അതിലേക്ക് അവർ മാറാൻ നിർബന്ധിതരാകുകയാണ് ചെയ്തത്. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തമാണ്. ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി കാര്യങ്ങൾ വീണ്ടും ഭയങ്കരമായിട്ട് മാറി. ദെൻ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തമാണ്. ഇന്റർനെറ്റ് വന്നതോട് കൂടിയിട്ട് അടുത്ത ലെവലിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ കറന്റ്ലി വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായിരുന്ന ആഭ്യന്തരം എന്ന് പറയുന്ന ഒരേ ഒരു ടെക്നോളജി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടുണ്ടായ അത്രയും വലിയ ചേഞ്ച്. പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നോളജിന്റെ മുകളിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിന്റെ മുകളിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി. പക്ഷേ ഈ പറയുന്ന തേർഡ് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നമുക്കുണ്ടാവാൻ പോകുന്ന ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ടെക്നോളജി ഒന്നല്ല എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വേറൊന്നാണ് 3D പ്രിന്റിംഗ്, വേറൊന്നാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വേറൊന്നാണ് ബ്ലോക്ക് ചെയിൻ, വേറൊന്നാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇങ്ങനെ നമ്പർ ഓഫ് ടെക്നോളജീസ് ഒന്നിച്ചാണ് നമ്മുടെ ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ത് ചെയ്യുന്നത്, പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യത്തെ 1, 2, 3 ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് അല്ല നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിനേക്കാൾ ഒരുപാട് മടങ്ങ് വേഗതയിലായിരിക്കും ഇവിടെ ചേഞ്ച് ഉണ്ടാവുക. റീസൺ എന്താണ്? ഒരു ടെക്നോളജി മാത്രമല്ല ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ബാക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ എക്സ്പോണൻഷ്യൽ ചേഞ്ചസ് ഈസ് ഡെഫിനറ്റ്ലി ഗോണ ഹാപ്പൻ. ദാറ്റ്സ് ഫോർ ഷുവർ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിന് മുകളിലുള്ള ചേഞ്ചുകളാണ് ഇവിടെ ഉണ്ടാവുക. സോ നമുക്ക് എങ്ങനെ ഈ ഒരു ചേഞ്ചുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ലേണിംഗ് ഈസ് ദ കീ ടു കണ്ടിന്യൂ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പണ്ട് ഒരു IIM ഒരു ക്ലാസ്സിന് സെഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ആ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഫാക്കൽറ്റി വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഓഫ് യു വിൽ ഡൈ അറ്റ് ദ ഏജ് ഓഫ് 30. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ 90% ഓഫ് യു വിൽ ഡൈ അറ്റ് ദ ഏജ് ഓഫ് 30, ബട്ട് യു മേ ഗെറ്റ് ബറീഡ് ബൈ 80 or 90 സംതിങ് ലൈക്ക് ദാറ്റ് എന്നാ പറഞ്ഞത്. എന്താ പറയുക, നിങ്ങളെ അടക്കം ചെയ്യല് 80-ആം വയസ്സിലോ 90-ആം വയസ്സിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ 30 വയസ്സോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മരിച്ചിട്ടുണ്ടാവും. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു ജോലി കിട്ടി, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടി, ഒരു കല്യാണം കഴിച്ച് 1-2 കുട്ടികളൊക്കെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് സെറ്റിലാവും, പഠിത്തം അങ്ങ് നിർത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഈ പറയുന്ന പോലെ ലൈഫ് എന്താണ്? ഒരു മെയിൻ്റനൻസ് ലൈഫാണ്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ മുന്നോട്ട് കൂട്ടുക. അല്ലെ പ്രോഗ്രസീവ് ലൈഫിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ചിന്തിക്കില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം 90% ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പൊ ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ രാവിലെ 7 മണിക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. പ്രോഗ്രസീവായിട്ട് അപ്സ്കിൽ ചെയ്യണം, റീസ്കിൽ ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആളുകളാണ്. ഇത്തരം ആളുകളാണ് ഇത് ആ ബാക്കി പറഞ്ഞ 10% വരുന്നത്. ഈ ബാക്കി വരുന്ന 10% ആളുകൾ എന്ത് ചെയ്യും? എത്ര കാലമാണോ ജീവിക്കുന്നത് ആ മരണം വരെ ജീവിക്കുന്ന ആളുകളാണ്. ബാക്കിയുള്ള ആളുകൾ എന്താണ്? ജീവിതം അവർക്ക് ഉണ്ട് എന്ന് എഴുതും, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? ജീവിക്കുന്നില്ല. പക്ഷെ മരണം വരെ ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങൾ ഞാനൊക്കെ അത്യാവശ്യമായി, ഇനി അങ്ങോട്ടേക്ക് ഇത് വെച്ച് ജീവിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് ഈസ് നെസസറി ടു ലിവ് ഇൻ ദ ഫ്യൂച്ചർ വേൾഡ്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. Any queries? You can ask. സർ, ഞാൻ ജുനൈസ് JJ നിലമ്പൂർ. ആക്ച്വലി സാർ ക്വസ്റ്റ്യൻസ് അല്ല ഉള്ളത്. സാറ് വളരെ അപ്ഡേറ്റ് ചെയ്തു നമ്മളെല്ലാരും. ഓക്കെ, അപ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇതേപോലുള്ള കാര്യങ്ങൾ വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. കുറെ പിന്നെ ലാറ്റീസസ്, വിൻഡോസ് ഓപ്പൺ, ഒരുപാട് ചെറിയ ജനലുകൾ തുറന്നു നോക്കുമ്പോൾ അതിവിശാലമായ കുറെ ഏരിയകൾ, റെവല്യൂഷൻ നടക്കുന്ന മേഖലകൾ, ഇതൊക്കെ നമ്മള് എന്താ പറയാ, ഒരു കുട്ടിയെ കൈപിടിച്ച് കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വളരെ ഉപകാരപ്രദമായിരുന്നു. ഹാറ്റ്സ് ഓഫ്. നന്ദി, വളരെയധികം നന്ദി. താങ്ക് യു. Good morning. I am Shivadas from JCI Nammara. ഒരു ചെറിയൊരു സംശയം. അതായത് ഈ 3D മുഖേന നിർമ്മിച്ച പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറഞ്ഞു. അത് ഒരല്പം കൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു നന്നായി. 3D പോസ്റ്റ് ഓഫീസ് ചെയ്തിരിക്കുന്ന 3D പോസ്റ്റ് ഓഫീസ് മാത്രമല്ല, കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ബിൽഡിംഗും കൂടെ ഇതേപോലെ 3D പ്രിന്റിംഗ് വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കോൺക്രീറ്റ് ഉണ്ടല്ലോ, കോൺക്രീറ്റ് ലൈക്ക് ആയിട്ടുള്ള ഒരു മിക്സർ ഉണ്ടാവും. അപ്പൊ സാധാരണ നമ്മൾ പേപ്പറിൽ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഇങ്കാണ്. ഇങ്ക് വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് പേപ്പറിൽ പ്രിന്റ് ചെയ്യാന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ നമുക്ക് ആ ഇങ്കിന് പകരം നമുക്ക് എന്തുണ്ടാവും? ഒരു കോൺക്രീറ്റ് ലൈക്കുള്ള ഒരു മിക്സർ ഉണ്ടാവും. അപ്പൊ ഈ കോൺക്രീറ്റ് ലൈക്ക് മിക്സർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഗമ്മും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു പ്രത്യേക കെമിക്കലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ആക്കി തരും. ഇങ്ങനെ റൗണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഒരു ചെറിയ കനത്തിലായിരിക്കും അത് ഉണ്ടാവുക. അത് ഉണങ്ങുമ്പോൾ അതിന്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ, അത് കഴിഞ്ഞ അതിന്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ, അങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി ആ ഒരു ബിൽഡിംഗിന് ഇങ്ങനെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ആ പോസ്റ്റ് ഓഫീസിന്റെ ഷേപ്പ് കണ്ടിട്ടുണ്ട്, റൗണ്ടിലാണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ മിഡിൽ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കിയിട്ടാണ് ആ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ആ റൗണ്ട് ഷേപ്പിൽ ആ സാധനം വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ഉണ്ടല്ലോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെ നമ്മൾ എന്താ ഫിലമെന്റ് എന്നാണ് പറയും. മഷിക്ക് പകരം അവിടെ ഉള്ളതാണ് കോൺക്രീറ്റ്. നേരെ മറിച്ച് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലാസ്റ്റിക് ലൈക്ക് കോമ്പണന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രോപ്പർട്ടി ഇത്രയും മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്?
പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അത് ഹാർഡാവാൻ പറ്റും. അത്തരത്തിൽ പ്രോപ്പർട്ടി ഉള്ള ഏതൊരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, 3D പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. വെൽക്കം. Afsal, this is Milind from Farooq Metro. പറയൂ സാർ. തീർച്ചയായിട്ടും നമ്മള് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അഫ്സൽ പറഞ്ഞ മാതിരി ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ AI ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ടീച്ചിങ് ഒക്കെ കൺവെൻഷണൽ ടീച്ചിങ്ങിൽ നിന്ന് ഒരുപാട് ഇതിപ്പോ നമ്മളിപ്പോ പറയും, പലപ്പോഴും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും വിചാരിക്കും നമ്മളും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തീരെ മാറാത്ത ഒരു ഇൻഡസ്ട്രിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും ഒരു പൊടിക്കെങ്കിലും മാറ്റം വന്നത് ഈ കൊറോണയ്ക്ക് ശേഷമാണ്, കഴിഞ്ഞ 4-5 വർഷത്തിനിടയിലാണ്. പക്ഷെ ഇനി അടുത്തൊരു 5-6 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകാൻ പോകുന്ന നമ്പർ 1 ഇൻഡസ്ട്രി ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ആയിരിക്കും. അത് യാതൊരു തർക്കവും. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. കാരണം കൊറോണ കാലം വരെ നമ്മൾ കൺവെൻഷണൽ ടീച്ചിങ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറാൻ നമ്മൾ നിർബന്ധിതരായി. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ AI എല്ലാ മേഖലയിലേക്ക് വരുമ്പോഴും എല്ലാവരും, അത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് AI വന്നു കഴിഞ്ഞാൽ ജോലി പോവോ ഇല്ല പേടിയുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ മാറും. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ JCI കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി സോൺ 19 ആണ്. സൂപ്പർ. ഒരുപാട് പുതിയ അറിവുകൾ, നമ്മളൊന്നും അറിയുന്നേ ഇല്ല, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് എത്രയോ അറിവുകള് നമ്മൾ അറിയാതെ കിടക്കുന്നു എന്നുള്ളതിന്റെ ഒരു പുതിയൊരു ലോകമാണ് ഞങ്ങളെ മുമ്പിൽ തുറന്നിട്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് എ ലോട്ട് സർ. താങ്ക് യു. Okay. I request Zone Officer Cyril Baby to propose vote of thanks. Thank you, Chairman, for this privilege. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഈ റവല്യൂഷന്റെ 4ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിലൂടെ നമുക്കെല്ലാം പുതിയ ഒരു മാറ്റത്തിനുള്ള വാതിലുകളിലേക്ക് എത്തി എന്നുള്ള ഒരു വലിയ അറിവ് തന്ന അഫ്സൽ കെ സാറിന് ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയർ ചെയ്ത JFM സുഭാഷ് സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ വളരെ മനോഹരമായി ചിട്ടയോടുകൂടി പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെഡി ട്രെയിനിങ് ഹിഷാം ഹൈദർ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ മോർണിംഗ് ഡ്രൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സോണിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. The 7 AM morning drive online program is hereby adjourned and have a good day to all. Thank you.